ഹലോ ഗെയ്സ്. നാളത്തേക്കുള്ള നിഫ്റ്റിയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവൽസും ട്രേഡ് സെറ്റപ്പും ആണ് ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇതൊരു പ്യൂർലി എഡ്യൂക്കേഷൻ പർപ്പസ് ആണ്. അപ്പൊ ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ ഒരു 50 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലാണ്. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ലെവല് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ അപ് സൈഡിലേക്കുള്ള ഒരു വ്യൂ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഡൗൺ സൈഡിലേക്കുള്ള ഒരു വ്യൂ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ മാർക്കറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടുള്ള സൈഡ് വൈസ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ആയിരുന്നു, ഒരു കൺസൾട്ടേഷൻ മാർക്കറ്റ് ആയിരുന്നു. ഒരു റേഞ്ചിനുള്ളിലായിരുന്നു മാർക്കറ്റ് ട്രേഡ് ചെയ്തത്. അപ്പൊ നമ്മൾ പറഞ്ഞ ലെവല് ഒരു 25,890 താഴെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത ഒരു ഇമ്പോർട്ടന്റ് ലെവലാണ്. ആ ലെവലിന്റെ താഴെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഫർദർ ഫാള് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും എന്നാണ് നമ്മൾ ഓൾറെഡി ഇന്നലെ പറഞ്ഞിരുന്നത്. പക്ഷെ ആ ലെവല് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്തില്ല. അപ്പൊ ഞാൻ പേഴ്സണലി ഇന്നൊരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഡൗൺ സൈഡിലേക്കുള്ള ട്രേഡ് അല്ല എടുത്തിരുന്നു. അതായത് മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ടിനെ ബേസ് ചെയ്ത്, അതായത് രാവിലെ നമുക്ക് എ ആൻഡ് ബി പീരീഡിന് ശേഷം, അതായത് മാർക്കറ്റിൽ സി പീരീഡ് ജസ്റ്റ് മുകളിലോട്ട് പോയിട്ട് ആ ഒരു സി ക്ലോസ് ചെയ്ത അകത്താണ്. അപ്പൊ അവിടെ ഒരു ഓപ്ഷൻ ഫെയിലിയർ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു മാർക്കറ്റ് ഫർദറായിട്ട് മുകളിലോട്ട് പോകാനുള്ള ചാൻസ് വളരെ കുറവാണെന്നാണ്. കാരണം ആ ഒരു ഓപ്ഷൻ, ഒരു ബയറും സെല്ലും എന്നുള്ള ഒരു കോൺട്രാക്ട് അവിടെ ഫെയിൽ ആയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു റിവേഴ്സൽ ട്രേഡ് ആണ് എടുത്തത്. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു, ഞാനിപ്പോ കുറെ ദിവസങ്ങളായിട്ട് വിക്സ് ലോ ആയതുകൊണ്ട് തന്നെ ഞാൻ ഓപ്ഷൻ സെല്ലിംഗ് ആണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ചെയ്ത് 26,000 കോൾ ഓപ്ഷൻ ഞാൻ ഷോർട്ട് ചെയ്തു. അതുപോലെ തന്നെ അതിനെ ഹെഡ്ജ് ചെയ്യാനായിട്ട് ഒരു 400 പോയിന്റ് ഗ്യാപ്പുള്ള ഒരു 26,400 കോൾ ഓപ്ഷൻ ഞാൻ ബൈ ചെയ്തു. ഓക്കെ. അപ്പൊ ഞാൻ ഏകദേശം ഒരു 20 പോയിന്റോളം ഞാൻ പ്രോഫിറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഓൾറെഡി ആ ലൈവ് ട്രേഡിംഗിന്റെ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അടുത്ത ദിവസങ്ങളിൽ ആ, ഞാൻ ഞാൻ എടുക്കുന്ന ലൈവ് ട്രേഡിംഗ് ലോജിക്കും ട്രേഡും ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അപ്പൊ എന്തായാലും നമ്മൾ നാളത്തേക്കുള്ള ഒരു ട്രേഡ് സെറ്റപ്പ് ആണ് നോക്കുന്നത്. അതായത് നാളെ ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ ഒരു 50 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലാണ്. ഇപ്പൊ ഡൗൺ സൈഡിലേക്കുള്ള ട്രേഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്, ഇന്നത്തെ ലോയുടെ താഴെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാല് ഒരു ഡൗൺ സൈഡിലേക്കുള്ള ട്രേഡ് നമുക്ക് നോക്കാവുന്നതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ ഒരു മൊമെന്റം ഉള്ള മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ ട്രെൻഡിങ് ആയിട്ട് നാളത്തെ ഒരു പ്രൈസ് ആക്ഷൻ കാര്യങ്ങൾ നമ്മൾ നോക്കണം. ഡൗൺ സൈഡിലേക്കുള്ള ഒരു ഒരു മൂവ്മെന്റ് മാർക്കറ്റ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു ഡൗൺ സൈഡിലേക്ക് വരിക, അതായത് ഒരു 25,740 ലെവൽ വരെ എത്താനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു 25,820 ലെവൽ നമ്മൾ നോക്കണം. ആ ഒരു പ്ലേസിലുള്ള മാർക്കറ്റിന്റെ ബിഹേവിയർ നോക്കണം. കാരണം ഇവിടെ ഒരു ഇച്ചിരി ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ട്രേഡ് എടുക്കുന്നവര്, അപ്പം രണ്ട് മൂന്ന് ലോട്ട്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പകുതി ലോട്ട്സ് ഇവിടെ ബുക്ക് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയയിലുള്ള പ്രൈസിന്റെ പ്രൈസ് റിജക്ഷൻ കണ്ടാൽ മാത്രം എക്സിറ്റ് ചെയ്ത് മാറുക, അല്ലെങ്കിൽ നമുക്ക് ഹോൾഡ് ചെയ്ത് പിടിക്കാവുന്നതാണ്. ഈ ഒരു 750 വരെ മാർക്കറ്റ് എത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ. അതുപോലെ തന്നെ നിഫ്റ്റിയുടെ ഒരു ഹയർ ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി 50 ഒരു ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ നിഫ്റ്റി 50 മൂവിംഗ് ആവറേജ് ഒരു സപ്പോർട്ടിലാണ്. അപ്പൊ മാർക്കറ്റ് ഒരുപക്ഷെ ഈ ലെവലിൽ നിന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ. അപ്പൊ നാളത്തേക്ക് ഞാൻ അപ്സൈഡിലേക്കുള്ള ട്രേഡ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്, ഇന്നത്തെ ഹൈയുടെ മുകളിലായിട്ട് മാർക്കറ്റ് ഒരു ബ്രേക്ക് ഔട്ട് തന്നു കഴിഞ്ഞാൽ അപ്സൈഡിലേക്കുള്ള ചെറിയ ട്രേഡ് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ടാവും. അപ്പം അതായത് 26,980 മുകളിലായിട്ട്. അപ്പം സേഫ് ആയിട്ടുള്ള എൻട്രി എന്ന് പറയുന്നത് 26,000 മുകളിലോട്ട് ബ്രേക്ക് ചെയ്യുന്നതാണ്. കാരണം അതൊരു സൈക്കോളജിക്കൽ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്യും. അപ്പം കുറച്ചുകൂടെ സേഫ് ആയിട്ടുള്ള ട്രേഡ് ഇതാണ്. 26,050 മുകളിൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു നല്ലൊരു അപ്സൈഡ് മൂവ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. അപ്പം ഈ ഒരു ലെവൽസ് നിങ്ങൾ മാർക്ക് ചെയ്യുക. അതായത് മുകളിലോട്ട് മാർക്കറ്റിൽ മൂവ്മെന്റ് വന്നു കഴിഞ്ഞാൽ 26,120 ലെവൽ നിങ്ങൾ മാർക്ക് ചെയ്യുക. അതേപോലെ തന്നെ 26,200 230 ലെവൽ നിങ്ങൾ മാർക്ക് ചെയ്യുക. അതിന് മുകളിൽ ഒരു മേജർ റെസിസ്റ്റൻസ് ഏരിയ ആണ് നിഫ്റ്റിയിൽ. അപ്പം ഈ ഒരു 26,050 മുകളിലായിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 26,200 വരെ മാർക്കറ്റ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ. അപ്പം ഈ ലെവൽ നിങ്ങൾ ചാർട്ട്സിൽ മാർക്ക് ചെയ്യുക. അപ്പൊ ഇതൊരു പ്യോർലി എഡ്യൂക്കേഷൻ പർപ്പസ് ആണ്. നിങ്ങളുടെ ട്രേഡ് സെറ്റപ്പുമായിട്ട് ഇത് മാച്ച് ആണെന്ന് തോന്നിയാൽ മാത്രമേ ഇത് നിങ്ങളുടെ സ്ട്രാറ്റജി ആയിട്ട്, നിങ്ങൾ ട്രേഡ് സെറ്റപ്പുമായിട്ട് മാച്ച് ആണെന്ന് തോന്നിയാൽ മാത്രം നിങ്ങളിത് കൺസിഡർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും സൂമിലൂടെ ലൈവ് ട്രേഡിംഗ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മളോട് ലൈവ് ട്രേഡ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ഒരു കുറേ ദിവസമായിട്ട് നമ്മൾ ലൈവ് ട്രേഡിംഗ് ചെയ്യുന്നില്ല. കാരണം ഇന്ത്യ വിക്സ് വളരെ ലോ ആയതുകൊണ്ട് തന്നെ നമ്മൾ ജനുവരി 1 മുതൽ എന്തായാലും നമ്മൾ അഗൈൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കുക. ഓക്കെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.